ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നും വെള്ളം കൊണ്ടൊരു ന്യായവിധി ആദ്യ റൗണ്ടിൽ തന്നെ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ന്യായവിധി കഴിഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി ഇപ്പോൾ അത് അടുത്ത ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ആണ് നമ്മൾ സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ തീ കൊണ്ടൊരു ന്യായവിധിക്കായി കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി സംസാരിച്ചു വെച്ചത്. പത്രോസ് തന്നെ പറയുന്നു, ഇത് തീക്കായി കാത്തിരിക്കുന്നു, അപ്പോൾ തന്നെ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളെല്ലാം വെന്തുപോകും എന്നും, അമ്മാതിരി ഒരു ദൈവ ദിവസമാണ് വരാൻ പോകുന്നത് എന്നും, നമ്മുടെ മാക്സിമം പേരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പത്രോസിന്റെ ഭാഷ്യം. അത് ശരിയാണോ എന്നെനിക്കറിയില്ല, പത്രോസിന്റെ ഭാഷ്യമാണ്. കർത്താവ് ഇങ്ങനെ ദിവസം മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് കൊണ്ട് മെച്ചമുണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? കർത്താവ് ഇങ്ങനെ ദിവസം മാറ്റിക്കൊണ്ടു പോകുന്നത് കൊണ്ട് മെച്ചമുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതോ കുഴപ്പമല്ല ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? 2000 വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ടായിരുന്ന പലരും 2025 കർത്താവ് വന്നാൽ പോകാനുള്ള സാധ്യത മങ്ങുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? എല്ലാവരും ഒരുമാതിരി കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. വളരെ ഉഷാറായിട്ടിരിക്കണം. 3 മണിക്കൂർ ഇരിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആരും മിണ്ടുന്നില്ലല്ലോ, എന്തോ പറ്റി? ഒരു സ്വതന്ത്രം പറയാവോ? ഓക്കെ, സ്വതന്ത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിക്കാതിരിക്കുന്നത് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിരിക്കട്ടെന്നും വെച്ചിട്ടാണ്. സ്വതന്ത്രം പറയാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തയ്യാറായാൽ ചിലപ്പോൾ പിന്നീട് നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്, എന്താണ് പറഞ്ഞതെന്നുള്ള വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ 2000 കർത്താവ് വന്നെങ്കിൽ, അല്ലെങ്കിൽ 2020 കർത്താവ് വന്നെങ്കിൽ പോകാൻ സാധ്യതയുണ്ടായിരുന്ന പലരും 2025 ആയപ്പോൾ സാധ്യത മങ്ങിയിട്ടുണ്ട് അല്ലേ? വീട് കിട്ടി, കാറ് കിട്ടി, മൊബൈൽ കിട്ടി, ടെലിവിഷൻ മേടിച്ചു, വിദ്യാഭ്യാസം ഉണ്ടായി, കല്യാണം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ദൈവത്തോട് അടുത്തു എന്ന് തോന്നുന്നുണ്ടോ, അകന്നു എന്ന് തോന്നുന്നുണ്ടോ? ആരൊക്കെ അടുത്തെന്നൊക്കെ പറയുകയാണ്. ഓക്കെ, ഇത്രയും അകലെ നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നില്ല, ഞാൻ വിടുകയാണ്. അടുത്തു എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഇറ്റ് ക്യാൻ ബി ദ റൈറ്റ്. വചനം പറയുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് കർത്താവ് ഇങ്ങനെ ദീർഘക്ഷമ കാണിക്കുന്നു എന്നാണ്. ദീർഘക്ഷമ ഒരു കൂട്ടർക്ക് ഗുണമുണ്ടാകും, ഒരു കൂട്ടർക്ക് അത് ദോഷമായിട്ട് മാറും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഞാനത് എപ്പോഴും പറയാറുള്ളത്, കർത്താവ് വെയിറ്റ് ചെയ്യുന്നത് ചിലർ കൂടി വണ്ടിയിൽ കയറട്ടെ എന്നും അതേസമയം ചിലർ കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ എന്നും വെച്ചാണ് വെയിറ്റ് ചെയ്യുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ അവിടെ നിർത്തുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഭൂമി വലിയൊരു ന്യായവിധിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. സെഫന്യ പ്രവചനം 1-ാം അധ്യായം 14 മുതൽ 2-3 വാക്യം വായിക്കാമോ? സെഫന്യ പ്രവചനം 1-ാം അധ്യായം 14 മുതൽ 2-3 വാക്യങ്ങൾ. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. അതാണ് യഹോവയുടെ ദിവസത്തിന്റെ ഒരു പെക്യൂലിയാരിറ്റി. വീരൻ കഠിനമായി നിലവിളിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് വീരന്മാരെ ഒരുപാട് പേരെ നമുക്കറിയാം. അവർ കഠിനമായി നിലവിളിക്കുന്ന ഒരു ദിവസം. വായിച്ചോട്ടെ. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം. ശൂന്യതയും നാശവുമുള്ള, ഇത് തീ കത്തിക്കുന്ന ദിവസമല്ല, അതിന് മുമ്പിലത്തെ കാര്യം പറയുന്നേ. ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം. വിശദീകരിക്കുന്നില്ല, ഓരോന്നും ഈസി ആയിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. വായിച്ചോളൂ. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. ഉണ്ടോ? അപ്പൊ നല്ല ശരിക്കും സുരക്ഷിതമായിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളികൾ ഉയരുന്ന കാലഘട്ടം. വായിക്കാം. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. കണ്ടോ, ദൈവം പറയാണ്, ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. മനുഷ്യർ അന്ന് കുരുടന്മാരെ പോലെ തപ്പി നടക്കത്തക്ക നിലയിൽ ന്യായവിധി കർത്താവ് അഴിച്ചുവിടും അല്ലേ? 2 കൊല്ലം യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നേരിട്ട് വലിയ ബാധ്യതയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ
70കളിൽ കിടന്നിരുന്ന ഡോളറിന്റെ വില ഇപ്പോൾ 90-ൽ വന്ന് നിൽക്കുകയാണ്. നമ്മളെ ബാധിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതെല്ലാ സാധന സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും വിലകൾ വർദ്ധിക്കും. എല്ലാ സംവിധാനങ്ങളുടെയും വിലകൾ ഇവിടെ മാറും. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയിൽ ഇതെല്ലാം മാറും. ഈ ദിവസങ്ങളിൽ ട്രെയിനിന് ചാർജ് കൂട്ടി. ഇത് നമ്മുടെ സാധനങ്ങളുടെ വില മാറും. നമുക്ക് നേരിട്ട് ഇത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇൻഡയറക്ട്ലി ഇതിന്റെ എല്ലാത്തിൻ്റെയും വില മാറും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അടുത്ത ഇലക്ഷൻ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അല്പം എന്താ പറയുക, ബാർ ചെയ്ത് ഇവർ നിർത്തിയേക്കാം. പക്ഷേ അടുത്തൊരു 3-4 മാസം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല കുത്തനെ വിലകൾ മുകളിലേക്ക് കയറും. മനസ്സിലാകുന്നുണ്ടോ? നമ്മളാരും വിചാരിക്കുന്നതിന് മേളിലേക്ക് പോകും. ആ ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ ചിലപ്പോൾ ഡോളറിന്റെ വില 100-ലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നു എന്നാണ് മുഴുവിലുള്ള ഇവിടുത്തെ എന്താ പറയുക കണക്ക് കൂട്ടലുകൾ. അപ്പോൾ ഏത് രീതിയിലാണത് പോകുന്നത് എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. നേരിട്ട് നിങ്ങളിൽ പലരെയും ഇത് ബാധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഇത് പെട്ടെന്ന് അറിഞ്ഞെന്ന് വരില്ല. ഞങ്ങളേക്ക് ഇത് നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. 1 രൂപ മാറിയാലും 50 പൈസ മാറിയാലും ഞങ്ങൾക്ക് ഇത് നേരിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, നമ്മുടെ ഇന്ത്യ സാമ്പത്തിക നിലയിൽ വളരെ താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചല്ല ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് കുരുടന്മാരെ പോലെ മനുഷ്യനാകുമെന്ന് പറയുന്നത് ദൈവം ന്യായവിധി അഴിച്ചുവിടുന്ന കാലഘട്ടത്തെ കുറിച്ചാണ്. സ്തോത്രം. ഇനി അതിന്റെ പ്രത്യേകത കൂടെ കേട്ടോളൂ, വായിക്കാം. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അവർ യഹോവയോട് പാപം ചെയ്തതാണ് ഈ ഭൂമിയെ ന്യായം വിധിക്കുവാനുള്ള കാരണം. മനസ്സിലാണ്ടോ? യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. എന്താ പാപം? വായിക്കാം. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. കണ്ടോ? ഇത് ദൈവം തന്നെ നടത്താൻ പോകുന്ന നേരിട്ടുള്ള ഒരു ന്യായവിധിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയാൻ പോകുന്ന ഒരു കാലം അനതിവിദൂരമല്ല. അപ്പോൾ ഇത് വരാൻ പോകുന്നു എന്നുള്ളത് ഈ ദേശത്തോട് വിളിച്ചു പറയുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിനാണ് ഈ ചർച്ചക്കാർ ഇമാതിരി ഒരു ക്രമീകരണം ഇവിടെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരുപാട് കാശുള്ളത് കൊണ്ട് ഇച്ചിരി കാശ് ചിലവാക്കിയേക്കാം എന്ന് വെച്ചിട്ട് ക്രിസ്മസ് ആഴ്ചകളിൽ 4-5 ബോക്സും അവിടെ ഇവിടെ വെച്ചിട്ട് എന്നെയും തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തി, സ്തോത്രം, പാട്ടുകാരെയും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തി ഇവിടെ ഒരു ശബ്ദകോലാഹലം ഉണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഒരു വലിയ ന്യായവിധി ഈ ഭൂമിക്കായി കർത്താവ് ഒരുക്കി വച്ചിരിക്കുകയാണ്. അടുത്ത് പറയുന്ന പദപ്രയോഗം ശ്രദ്ധിക്കൂ, വായിക്കാം. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിക്കാൻ കഴിയില്ല. വാക്ക് വളരെ പ്രധാനമാണ്. യഹോവയുടെ കോപ ദിവസത്തിൽ. കണ്ടോ? അപ്പോൾ ഒരു കോപ ദിവസം വരാൻ പോവുകയാണ്. അതിന്റെ കാരണം മനുഷ്യൻ പാപം ചെയ്തതാണ്. പാപം എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവം മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും ജനം രക്ഷപ്പെടാത്തതാണ് പാപം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ജനത്തിന് പാപത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് നമ്മളാണെന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയേണ്ട കാര്യം ഇവരുടെ അടുത്ത് പറയുന്നില്ല. നമ്മൾ പലതിനെ കണ്ടും ഭയന്നിട്ട് ഇവരുടെ അടുത്ത് കാര്യം പറയാതെ നമ്മൾ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒളിച്ചിരിക്കുവാനുള്ളവരല്ല നമ്മൾ ഇക്കാര്യം ജനത്തോട് അറിയിക്കാനുള്ളതാണ്. ഒരു വലിയ ന്യായവിധി വരാൻ പോകുന്നു. ഒടുവിലത്തെ പ്രവാചകനായി മലാഖി പ്രവാചകൻ ഇമ്മാതിരി പറഞ്ഞു വെക്കുകയാണ്, സ്തോത്രം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. സകല അഹങ്കാരികളും താളടിയാകാൻ പോവുകയാണ്. എല്ലാവരെയും നശിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു രക്ഷയുടെ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു എന്നുള്ള സത്യം നമ്മുടെ മുമ്പിൽ ഇരിക്കെ നമ്മൾ എന്തിനാണ് ഈ കാര്യം പറയാതിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ പറയേണ്ട കാര്യം നിശ്ചയമായും പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്തോത്രം. അപ്പൊ ഗൗരവമായി നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ കുറിച്ച് ജനത്തോട് നമ്മൾ സുവിശേഷം അറിയിക്കണം. അത് നമ്മുടെ ഗൗരവമേറിയ കാര്യമാണ്. സഹോദര, എല്ലാവരും ഒന്ന് എടുത്തിട്ടങ്ങ് വിട്ടേരെ. സഹോദര, എല്ലാവരും ഒന്ന് എടുത്തിട്ടങ്ങ് മാറി വിട്ടേരെ. ക്യാമറ എവിടെയെങ്കിലും പിടിച്ച് കുത്തി വെച്ചോ. കല്യാണ പ്രോഗ്രാം അല്ലല്ലോ. ഓക്കെ. അപ്പോ ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഇത് ശ്രദ്ധിക്കും. നിങ്ങൾ ഇത് ഫ്രണ്ടിലേക്ക് വന്നാൽ നിങ്ങൾ അതിനെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ? എനിക്ക് ഈ കാര്യം ഒരുപാട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഷൂട്ടിങ്ങിനുള്ള ക്രമം ആദ്യം പാട്ട് സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഇടയ്ക്ക് ഒരിക്കൽ നമ്മൾ അതിനുള്ളൊരു എന്താ പറയുക, ഷൂട്ടിങ്ങിനൊരു സമയം തരുന്നുണ്ട്. 5 മിനിറ്റ് ഞങ്ങൾ ഇടയ്ക്ക് തരുന്നുണ്ട്. ആ സമയം നിങ്ങളെല്ലാവരും എന്താ പറയുക, ഉറക്കമൊക്കെ മാറി ക്ലിയർ ആയിട്ടിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ദൈവവചനം ലാസ്റ്റിൽ വായിച്ച വാക്യം ഒന്നുള്ളത് വായിക്കുമോ?
യഹോവയുടെ ക്രോധ ദിവസത്തിൽ യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും അവരുടെ കണ്ടോ യഹോവയുടെ ക്രോധം അഴിച്ചുവിടുന്ന ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിക്കാൻ കഴിയില്ല. അവരെ എന്ന് പറഞ്ഞാൽ ആരും രക്ഷിക്കാൻ കഴിയില്ല. വെള്ളിക്കും പൊന്നിനും രക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് മാനമുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, വെള്ളിയും പൊന്നും എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക അടിത്തറയാണ്. സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം ന്യായവിധി അഴിച്ചുവിടുമ്പോൾ അവകൾ തികയാതെ വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണ്ടോ? നമുക്കറിയാലോ, കൊറോണ വന്നപ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ പിടികിട്ടി പരിപാടി കൊണ്ടൊന്നും നടക്കുകയല്ല, അല്ലേ? കൊറോണ മാത്രം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, അല്ലേ? നഗരങ്ങൾ അടച്ചിട്ടു, റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാതായി, ഈ സാധനങ്ങൾക്ക് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു, പൈസ എടുക്കാൻ പറ്റില്ലെന്ന നിലപാട്, ഒരുപാട് കാര്യങ്ങൾ, നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നു. സ്തോത്രം, മനസ്സിലാകുന്നെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെള്ളിക്കും പൊന്നിനും രക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ കഴിയില്ല. എന്തുമാത്രം കാശുണ്ടായിരുന്നവർ ചുമ്മാ ചത്തൊടുങ്ങി, അല്ലേ? തേക്കിന്റെ പെട്ടിയിൽ കിടക്കാനുള്ള സൗഭാഗ്യങ്ങൾ ഉള്ളവരെ മറ്റേ JCBക്ക് വാരിക്കൊണ്ട് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ഉണ്ടായത്. അതാ ഇവിടെ പറഞ്ഞത്, അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിക്കാൻ കഴിയില്ല. നമ്പർ 2, വെള്ളി പൊന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഗ്രഹങ്ങളാണ്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവിടെ വെച്ച് വെള്ളിയും പൊന്നും ഒക്കെ മൂടി വെച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ ഗവൺമെന്റ് കുറച്ച് എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു, നമുക്ക് അത്യാവശ്യമുള്ളതാണ്, എടുത്തോണ്ട് പോകുന്നതിന് തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. സ്വന്തം എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ. അവര് സ്വന്തമായിട്ട് കൊണ്ടുപോയോ, നമുക്കൊക്കെ കുറേശ്ശെ തന്നോന്നറിയില്ല, തന്നെങ്കിൽ നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ടാക്സ് ഒക്കെ കൂട്ടുന്നതിനേക്കാൾ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അവരെടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ, അവരുടെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഈ ദൈവങ്ങൾക്ക് നമ്മളെ രക്ഷിക്കാനാവില്ല. ഞാൻ പറഞ്ഞ 2 ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. 1, സമ്പത്തിന് രക്ഷിക്കാനാവില്ല. 2, ദൈവങ്ങൾക്ക് രക്ഷിക്കാനാവില്ല. സാക്ഷാൽ ദൈവം ന്യായവിധിയുമായി എഴുന്നേൽക്കുമ്പോൾ നാട്ടിലെ ലോക്കൽ ദൈവങ്ങൾക്ക് മാനവകുലത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞ പദപ്രയോഗത്തിന്റെ അർത്ഥം. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? വായിക്കാം, താഴ്ത്തു വായിച്ചോളൂ. സർവഭൂമിയും ആ വാക്ക് വളരെ പ്രധാനമാണ്. സർവഭൂമി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ദേശം അതിനകത്ത് പെടും, അല്ലേ? നേര്യമംഗലം, അല്ലേ? അതോ വേറെ നിന്റെ പേരുണ്ടോ? തലക്കോട്, അല്ലേ? റൈറ്റ്, അല്ലേ? എന്ത് സ്ഥലമായാലും ശരി, അത് വചനം അങ്ങനെ പറഞ്ഞേ, സർവഭൂമി. സർവഭൂമിയും അവന്റെ കർത്താവിന്റെ തീഷ്ണത അഗ്നിക്കിരയായി തീരും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രസംഗിക്കാൻ വന്നത്, അല്ലേ? നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ ദൈവം ആരെന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല. അഖിലാണ്ടത്തിന്റെ ഉടയവനായി ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന് ഒറ്റ പുത്രനേ ഉള്ളൂ. മാനവകുലത്തിന്റെ രക്ഷകനായി ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതാണ് പത്രോസ് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, അല്ലെ? ദൈവങ്ങളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുള്ള ഒരുപാട് പേരുണ്ട്, കൈക്കിണങ്ങിയ ദൈവങ്ങളുണ്ട്, പക്ഷെ രക്ഷയ്ക്കായിട്ട് മറ്റൊരുത്തനുമില്ല, അല്ലെ? ഞാൻ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. സ്തോത്രം. ഈ എന്താ പറയുക, സ്വർണ്ണമൊക്കെ മോഷണം പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞ ചില പരാമർശങ്ങളോട് ഞാൻ അതിനകത്ത് ചേർത്തിരുന്നു. ഒരാൾ പറഞ്ഞത്, ദൈവത്തെ അങ്ങനെ എടുത്തോണ്ട് പോവില്ല, കാരണം അത് കരിങ്കല്ലാണ്. ഇത് അവരുടെ വിശ്വാസികൾ തന്നെ പറയുന്ന കാര്യമാണ്, അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ തന്നെ ഈ ദൈവം കരിങ്കല്ലാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്ത് വിശ്വസിക്കണം? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? രണ്ടാമത്തെ പ്രമാദമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതാരാണ് എടുത്തോണ്ട് പോയതെന്ന് അറിയാൻ ചിലരെ പിടിച്ച് ജയിലിനകത്തിട്ടിട്ട് പോലീസുകാർ ഇടി കൊടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യാണ്. ഇത്ര ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ നടയിലിരുന്ന സാധനമല്ലേ പോയിരിക്കുന്നത്, അല്ലേ? ദൈവത്തോട് എന്നെ ചോദിച്ചാൽ പോരെ, ഒരു വാക്ക് പറഞ്ഞാൽ തീരത്തേക്ക് കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റുന്നൊരു ദൈവം അല്ല അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനം. കാരണം കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കൈയുണ്ടെങ്കിലും ചലിപ്പിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇതൊക്കെ ഇവർക്ക് നടന്നത്, അല്ലേ? ദൈവത്തെ കാക്കാൻ നിന്ന ദ്വാരപാലകനെ വരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. സ്തോത്രം. സാരമില്ല, അവരതിന്റെ വഴിക്ക് പോട്ടെ. അതാ ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്, ദൈവം ന്യായവിധിക്ക് എഴുന്നേൽക്കുമ്പോൾ സ്വർണത്തിനും വെള്ളിക്കും എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയ്ക്കോ നാട്ടിലെ ലോക്കൽ ദൈവങ്ങൾക്കോ ന്യായവിധിയിൽ നിന്ന് ആരെയും രക്ഷിക്കാൻ കഴിയില്ല. സ്തോത്രം. അപ്പോൾ ഇക്കാര്യം നാട്ടുകാരോട് പറയേണ്ടത്, സത്യവേദ പുസ്തകം കയ്യിലിരിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളാകുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നാലോകരോടെല്ലാം വിളിച്ചു പറയാൻ നമ്മൾ തയ്യാറായിരിക്കണം. സ്തോത്രം. അപ്പൊ സർവഭൂതലത്തിലുമുള്ള ഏവർക്കും ഇത് വരും. സകല ഭൂസീമവാസി, ഒന്നുകൂടെ ലാസ്റ്റ് വാക്യം വായിച്ചു വിട്ടേ ദൈവസനെ. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും. വായിച്ചോ.
അടുത്ത അധ്യായത്തിലേക്ക് ഇറങ്ങിയോ, 2-ാം അധ്യായത്തിലേക്ക് ഇറങ്ങിയോ. നാണമില്ലാത്ത ജാതിയെ. കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാ, നാണമില്ലാത്ത ജാതിയെ. സ്തോത്രം. സബന്യാവ് വളരെ സ്ട്രോങ് ആയിട്ട് വിളിക്കുക, നാണമില്ലാത്ത ജാതിയെ. അല്ലേ? ദൈവാസം വായിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കരുത്, അതിൽ എഴുതിയിരിക്കുന്നതാണ് വായിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എഴുത്തുകാരനാണ് അതിന്റെ ഉത്തരവാദിത്വം, വായിക്കുന്ന അദ്ദേഹത്തിനോ പ്രസംഗിക്കുന്ന എനിക്കോ അല്ല. സ്തോത്രം. നാണമില്ലാത്ത ജാതിയെ. വായിക്കാം. നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിര് പോലെ മാറിപ്പോകും. കേട്ടോ, നിർണയം ഫലിക്കാൻ, ന്യായവിധി നടപ്പിലാകുന്നതിന് മുമ്പേ ദിവസം എന്ന പ്രതിഭാസം മാറ്റിക്കളയും. സ്തോത്രം. ആകാശം ചുട്ടഴിയും, മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്ന് വചനം പറയുകയാണ്. ദിവസം പതിര് പോലെ മാറിപ്പോകും. വായിച്ചോളൂ. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ ഉഗ്രകോപം. കണ്ടോ, യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ. വായിച്ചോ. യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവീൻ. അതെ, കൂടി വരുവീൻ. കണ്ടോ, ദൈവമക്കളെ വിളിക്കുകയാണ്, കൂടി വരുവീൻ. അതെ, കൂടി വരുവീൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരും. കണ്ടോ, യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്നാണ്. അതാ ഇവിടെ പറയുന്നത്, സൗമ്യന്മാരായിട്ടുള്ളവർ കൂടി വരാൻ വിളിക്കുകയാണ്. നമ്മളൊക്കെ സൗമ്യന്മാരാണോ എന്ന് അറിയണമെങ്കിൽ വിഷയത്തോട് അടുത്ത് വന്നാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സൗമ്യതയൊന്നും നോക്കണ്ട, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോ നമ്മൾ ആവശ്യത്തിന് ആഹാരമൊക്കെ ലോഡ് ചെയ്ത്, അല്ലേ, എല്ലാം കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് ഇത്ര സമയം ക്ലിപ്തപ്പെടുത്തി അത്ര നേരത്തേക്ക് നിങ്ങൾ ഇരിക്കുകയാണ്. ആ നേരം കഴിഞ്ഞ് മിനിറ്റ് കൂട്ടി കൂട്ടി വിട്ടുകൊടുത്താൽ സൗമ്യത എത്രയുണ്ടെന്ന് നമുക്ക് പ്രവറാ തെളിഞ്ഞു വരും. മനസ്സിലാകുന്നത്? അതാ ഞാൻ പറഞ്ഞേ, അല്ലേ? സ്തോത്രം. അപ്പൊ അതാണ് നമ്മുടെ സൗമ്യത. പിന്നെ ബാക്കിയെല്ലാം നമുക്കറിയാം. ഞാൻ ഒന്നും പറഞ്ഞ് നിങ്ങളെ മനപ്രയാസപ്പെടുത്താനൊന്നും താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. സൗമ്യന്മാരെയാണ് ഈ വിളിച്ചിരിക്കുന്നത്. സൗമ്യത അഭിനയിക്കുന്നവരല്ല, സൗമ്യൻ, ഒറിജിനൽ സൗമ്യന്മാരെ. അവരെന്ത് ചെയ്താലും അവരുടെ സൗമ്യത മാറില്ല. അവരുടെ ആ മീക്ക്നെസ് എന്ത് ചെയ്താലും മാറില്ല. ആര് ചീത്ത വിളിച്ചാലും മാറില്ല, ആര് ഉപദ്രവിച്ചാലും മാറില്ല, ആരെന്ത് ചെയ്താലും അവരുടെ ആ ക്വാളിറ്റി മാറുന്നില്ല. മനസ്സിലാണ്ടോ? പക്ഷെ നമ്മുടെ കണ്ടീഷൻ എങ്ങനെ ആയിരിക്കും? ഇപ്പൊ ഈ ഇരിക്കുന്ന സൗമ്യത ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. വണ്ടിയിൽ ഇരിക്കാൻ സൗമ്യമായൊരു സീറ്റ് തന്നില്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ശരിയല്ലേ? നിങ്ങൾ ചില തലയാട്ടി കാണിക്കുന്നുണ്ട്. ശരി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം, അല്ലേ? ശരി തന്നെയാണ്. ദൈവമക്കളെ, സൗമ്യന്മാർ ഇത് അവകാശം. അതാ ഇവിടെ വിളിക്കുന്നത്, ദേശത്തിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യന്മാരെ വിളിച്ചിട്ട് പറയാ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ, ഉറപ്പ് പറയുന്നില്ല, പക്ഷേ സംടൈംസ്, ചിലപ്പോ നിങ്ങൾക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ കഴിയും. ഇതാണ് ഞങ്ങൾക്ക് ദേശത്തോട് വിളിച്ചു പറയാനുള്ളത്. ഉറപ്പായി ന്യായവിധി വരുന്നു. സൗമ്യന്മാരെ വന്നു കൂടിക്കൊള്ളുവീൻ, ന്യായം അന്വേഷിച്ചു കൊള്ളുവീൻ. നിങ്ങൾക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. തീയിലേക്കിടുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടാൻ താല്പര്യമുള്ളവരെ കർത്താവ് രക്ഷപ്പെടുത്താൻ വേണ്ടി പദ്ധതി ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂടി വരാൻ വിളിക്കുന്നതാണ് സെബന്യ പ്രവാചകൻ ചെയ്തിരിക്കുന്ന സ്തോത്രം പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിന്നീട് ക്രിസ്തുവിലേക്ക് വരികയാണ്. ഞാൻ അവിടേക്ക് പിന്നെ നിങ്ങളെ കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, സ്തോത്രം, നമ്മുടെ കൊച്ചിലെയുള്ള ജീവിതം വളരെ സന്തോഷപൂർവ്വമാണ്. ആരും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന കാലം. അത് കഴിഞ്ഞ് വരുന്ന കുറച്ച് കാലം ഇച്ചിരി മെനകെട്ട കാലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പഠിക്കണം, ഉറക്കളക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്ന കാലം. ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്തു വരുന്ന കാലം സന്തോഷത്തിന്റെ കാലമാണ്, അല്ലേ? അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അത് കഴിഞ്ഞ് എന്തൊക്കെ ഉണ്ടായാലും തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നൊരു കാലമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഇറങ്ങിയേ പറ്റുള്ളൂ. ഒരെടുപ്പെടുക്കും, തിരിച്ച് താഴെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഇതിന്റെ അപ്പുറത്തൊന്നും ഇവിടെ ചെയ്യാനൊക്കില്ല, അല്ലേ? ഭൂമി വെട്ടിപ്പിടിക്കാന്ന് വിചാരിച്ചാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തൊക്കെ നേടാന്ന് വെച്ചാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് യോഗ്യമായി, മാന്യമായി, സന്തോഷമായി കുറച്ച് കാലം മാത്രമേ ഈ മണ്ണിൽ നിൽക്കാനൊക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടം വിടേണ്ടി വരും. ഇവിടം വിടേണ്ടി വരുമ്പോൾ നിത്യമായ ശാശ്വതമായ ദൈവത്തോടൊത്തുള്ള വാസം ഒരുക്കുകയാണ് ഈ അല്പകാല ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ബ്രോയിലർ ചിക്കൻ
നമ്മുടെ എന്താ പറയുക ആ ഷെഡിനകത്ത് കിടന്ന് വെറുതെ തിന്നുകയും കുടിക്കുകയും മാത്രം ചെയ്ത് ജീവിച്ച് 45 ദിവസം തികച്ചിട്ട് അതെന്തെങ്കിലും എന്താ മനുഷ്യർക്ക് ആഹാരമായി മാറുന്നത് പോലെ എന്തെങ്കിലും ആയി തീരുകയല്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അല്പകാലമാണ് നമുക്ക് ഈ മണ്ണിന്മേലുള്ള ജീവിതം. ഈ മണ്ണ് കൊണ്ട് ഉപജീവിച്ച് നമ്മുടെ ശരീരം മണ്ണിലേക്ക് തിരിച്ചാക്കി നമ്മൾ ഇവിടെ നിന്ന് യാത്ര പോകണം. എവിടെ പോകണം എന്ന കാര്യം തീരുമാനിക്കുന്നത് ഈ അല്പകാലം കൊണ്ടാണ്. സ്തോത്രം. ദീർഘനാളുകൾ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അമ്മാതിരി ഒരു സംവിധാനം ഇവിടെ ഇല്ല. സ്തോത്രം. അപ്പൊ ദീർഘദിവസം കിട്ടുമെന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവണ്ട. വളരെ കരുതലോടുകൂടി വേണം നമ്മൾ കാര്യങ്ങളെ കണക്കാക്കാൻ. സ്തോത്രം എന്ന കാര്യം ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം മുൻപിലേക്ക് വിടുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ 60s കഴിഞ്ഞ് മുമ്പിലേക്കുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരല്പം ഓക്കെ. അപ്പോ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ 60s കഴിഞ്ഞ് മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് ശലോമോൻ വളരെ സരസമായി അക്കാര്യങ്ങൾ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ സംസാരിക്കുന്നുണ്ട്. സഭാപ്രസംഗിലേക്ക് ഒന്ന് വരാം. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കണ്ട എത്ര മനോഹരമായിട്ട് ഇവിടെ പറയുന്നുണ്ടോ? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. വായിച്ചോ. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എത്രയോ പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമില്ല, ഒന്ന് ചത്താ മതി. നടക്കത്തില്ല അല്ലേ? അങ്ങനെ കൊന്നുകളയാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. കണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞോ, ദുർദിവസങ്ങൾ വരുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം വരികയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുകയും. സാക്ഷാൽ ഇവറ്റകൾ ഇരുണ്ടു പോയില്ലെങ്കിലും നമ്മുടെ കണ്ണിന് ഇരുട്ട് കയറും. അങ്ങനെയുള്ള രോഗങ്ങൾ വന്നിട്ടുള്ളവർക്കറിയാം. നമ്മുടെ കണ്ണിന് ഇരുട്ട് കയറും. സൂര്യനെ കാണാൻ മേലാത്ത വിധം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും, മെന്റലി ഡിസ്റ്റർബ്ഡ് ആവും. സ്തോത്രം. അതാ ഇവിടെ പറയുന്നത്, സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോവുകയും. മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും പോലെ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അല്ലെ? വീട്ടുകാവൽക്കാർ വിറയ്ക്കും. വിറയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് കൊറോണ പീരീഡിൽ. അറൗണ്ട് ദ ഗ്ലോബ് നമ്മൾ കണ്ടതാണ്. ലോകത്തിലാകമാനം നമ്മൾ കണ്ടതാണ്. അല്ലേ? വായിച്ചോളൂ. ബലവാന്മാർ കുനിയും. ഒരുപാട് പേർ കുനിഞ്ഞു പോയി, നമ്മൾ കണ്ടതാണ്. വായിക്കേം. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. വായിച്ചു. കിളിവാതിലുകൾ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. അന്ധത പിടിക്കുന്ന കാഴ്ചകളായിരിക്കും പുറത്ത് കാണാൻ പോകുന്നത്. ഭീകരമായൊരു ന്യായവിധിയുടെ നാളിനെ കുറിച്ച് ഞാൻ ഒറ്റവാക്ക് ഓർപ്പിച്ച് മുമ്പിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലോകം ഇങ്ങനെ തന്നെ ശാന്തമായി പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളടുത്ത് ഓർപ്പിച്ചിരുന്നു, വരുന്ന ഇലക്ഷൻ കഴിയുമ്പോൾ ഇതിന്റെ പിക്ചർ ഒരുപാട് മാറും. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തെക്കാൾ ഒരുപാട് രീതിയിൽ മാറും. സ്തോത്രം. നമ്മൾ ഇന്ന് കാണുന്നതൊന്നുമല്ല രീതി. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത്ര സുഖകരമായ വാർത്തകളല്ല. നോർത്ത് ഇന്ത്യയിൽ ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. നമുക്ക് നാളിതുവരെ ലഭ്യമായി കൊണ്ടിരുന്ന ഇന്ത്യയുടെ ഭരണഘടനയോട് ബന്ധപ്പെട്ട് കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ നമുക്കിവിടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്നു എങ്കിൽ പോലും അവകളൊക്കെ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വരാൻ പോകുന്നത്. സ്തോത്രം. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇവിടെ എന്താ പറയാ ഹിന്ദുയിസം അല്ലെങ്കിൽ BJP കയറി വരികയാണ്. ഇതൊരുപാട് പ്രതിസന്ധിക്ക് കാരണമാകും. ഇല്ല, BJP വലിയ നാളൊന്നും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഉണ്ടാവില്ല. അതൊരൊറ്റ എടുപ്പെടുക്കും, അതോടെ അത് താഴേക്ക് പോകും. പക്ഷെ അടുത്തു വരുന്ന ശക്തി പ്രതിസന്ധി ഉള്ള ശക്തിയാണ്. ഞാൻ ഇന്നലെ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു. ഞാൻ ഇപ്പോഴും അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അത് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. ഇത് വലിയ കേടുള്ള സാധനമല്ല. കോൺഗ്രസ് താഴേക്ക് പോയതുപോലെ, മറ്റു പാർട്ടികൾ താഴേക്ക് പോയതുപോലെ BJP ഇപ്പം മുകളിലേക്ക് കയറുന്നതിനെ കുറിച്ച് നമ്മൾ അന്തപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് കയറുന്നത് പോലെ തന്നെ തിരിച്ചു നശിക്കും. പക്ഷേ നശിക്കാത്തൊരു ശക്തി എഴുന്നേൽക്കും. അത് പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം അതിനെ ദൈവം തന്നെ അനുവദിച്ച് കൊണ്ടുവരുന്നതാണ്. മനസ്സിലാണ്ടോ? സകല ഭൂലോകത്തെയും നശിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ അതിന് അനുവാദം കൊടുത്തു കൊണ്ടുവരുന്ന സാധനമാണ്. ആ സാധനം വന്നാൽ ഒരല്പം പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അക്കാലത്തിൽ പ്രതിസന്ധി കാര്യമായ നിലയിൽ ഇവിടെ ഉണ്ടാകും. അതിനു മുമ്പ് നമ്മുടെ കർത്താവിന്റെ വരവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. താഴേക്ക് വായിക്കാം. വന്നില്ല.
തെരുവിലെ കതകുകൾ അടയും. അല്ലെ, കൊറോണയ്ക്ക് തെരുവിലെ എല്ലാ കഥയും അടച്ചതാണ്, നമുക്കറിയാം. പോലീസുകാർ എല്ലായിടത്തും നിന്നു, യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. വായിച്ചോളൂ. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. വായിച്ചോ. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകുന്നൊക്കെ അറിയാലോ. വായിച്ചു. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. പാട്ടുകാരൊക്കെ തളർന്നു പോകുന്നാ പറയുന്നത്. വായിച്ചോ. അന്നവർ കയറ്റത്തെ പേടിക്കും. ഇപ്പോഴും കയറ്റം പേടിയുള്ളവരുണ്ട്. മേളിൽ കുറെ പേര് ഇരിക്കുന്നുണ്ടോ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാ, തിരിച്ച് കയറാൻ പറ്റുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കുറച്ചൊരു മേളിലിരിക്കുന്നുണ്ട്, ക്ഷീണമുള്ളതുകൊണ്ടാ. സ്വതന്ത്രം അല്ലേ? അപ്പൊ അതായത് പറഞ്ഞു, ഞാനും വന്നിരുന്ന മീറ്റിങ്ങിന് വന്ന ആളായിരുന്നു മേളിലോട്ടിരുന്നത്. എന്നെ താഴോട്ട് ഇറങ്ങണ്ടെന്ന് വെച്ചേനെ, പ്രസംഗിച്ചിരിക്കാൻ താഴെ ഇറങ്ങുന്നത്. ഇവരുടെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ്. ഒരു പീരീഡ് വരെ നമുക്ക് തലകുത്തനെ നിൽക്കാൻ പറ്റും, ജമ്പ് ചെയ്ത് മേളിലേക്ക് കയറാൻ പറ്റും, പിന്നെ കയറത്തില്ല, പിന്നെ ഇഴഞ്ഞിറങ്ങിയേ വരത്തുള്ളൂ, തിരിച്ചും അതുപോലെ പിടിച്ചേ കയറി പോകുള്ളൂ. ഭയങ്കര പാടാണത്. സ്തോത്രം. വായിക്കേ. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. അല്ലേ, നല്ല ഉഷാറായിട്ട് നടന്ന ആൾക്കാരൊക്കെ ഒരു പരുവം കഴിയുമ്പോൾ പിന്നെ അവരുടെ രക്തത്തിന്റെ കട്ടി കുറയും, പിന്നെ അവരെ ഒറ്റയ്ക്കൊന്നും എങ്ങും പോകത്തില്ല. മറ്റത് കല്ലറയുടെ പുറത്ത് കിടക്കാൻ പറഞ്ഞാൽ ചെന്ന് കിടക്കും, കല്ലറ പൊളിക്കണമെന്ന് പറഞ്ഞാൽ പൊളിക്കും, തൂങ്ങി നിൽക്കുന്നവൻ അഴിച്ചിറക്കണം എന്ന് പറഞ്ഞാൽ അഴിച്ചിറക്കും. പക്ഷെ ഒരു പരുവം കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. എന്താ കാര്യം? അതങ്ങനെയാണ്, അതിന്റെ രീതി അങ്ങനെയാണ്. സ്തോത്രം. വായിക്കേ. ബദാംവൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും. തുള്ളൻ എന്ന് പറഞ്ഞാൽ വീട്ടിലാണ്. ഇവിടെ നിന്ന് ചാടിയാൽ അവിടെ ചാടും, അവിടെ നിന്ന് ചാടി അപ്പുറത്ത് ചാടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചാടി പോകുന്ന തുള്ളൻ ഇഴഞ്ഞു പോകുന്ന ഗതി ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ നല്ല വില്ലന്മാരായിട്ട് കയ്യിലേക്ക് ഉയർത്തി കൊടുത്ത് നെഞ്ചൊക്കെ വിരിച്ച് നടന്നവർ പിന്നീട് ഇങ്ങനെ കുത്തി നടക്കുന്നുണ്ടോ? കാലൊക്കെ വലിച്ചു വെച്ച് നടക്കുന്നുണ്ടോ? അതാണ് തുള്ളൻ ഇഴഞ്ഞു നടക്കുക എന്ന് പറയുന്നത്. മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ചിലരെ കാണാൻ പറ്റും, അല്ലേ? 10 കൊല്ലം മുമ്പ് അവർ വീട്ടിൽ പോലെ നിന്നതാണ്, തുള്ളി നിന്നതാണ്. ഇപ്പോ ഇഴഞ്ഞു പോകുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. തുള്ളൻ ഇഴഞ്ഞു നടക്കും, ന്യായവിധിയുടെ കാലമായി പറയുന്നേ. വായിച്ചോ. രോചനക്കുരു ഫലിക്കാതെ വരും, ഒരു കുരുവും ഫലിക്കാതെ വരും, അല്ലേ? ഒരു ഗുളികയും പിടിക്കാതെ വരും. പിടിയിട്ടില്ലെങ്കിൽ വായിച്ചോളൂ. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അങ്ങനെ ഒരു ഗുളികയും ഫലിക്കാതെ മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. എവിടെ ശാശ്വത ഭവനം? അത് എവിടെ ആകണമെന്ന് തീരുമാനിക്കുന്നത് ശരീരത്തിൽ ഇറങ്ങുന്ന മുമ്പ് തീരുമാനിക്കണം. സ്വന്തമായിട്ട് ഗുളിക ഉണ്ടാക്കി കഴിക്കാൻ ആംബിയർ ഉള്ളവർ ഊപ്പാട് വന്നു പോയിട്ടുള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനത്തെ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നേ, അല്ലേ? നല്ല കളരി അഭ്യാസികൾ എല്ലാവരും മര്യാദയ്ക്ക് പെട്ടിയിൽ കിടന്നു കൊടുക്കുന്നത് കണ്ടവരാണ് നമ്മൾ, അല്ലേ? വലിയ വിദ്വാൻമാർ, അലക്സാണ്ടർ അടക്കമുള്ള എല്ലാ വിദ്വാൻമാരും മുട്ടുമടക്കിയ ഭൂമിയിലാണ് നമ്മൾ പാർത്തിരിക്കുന്നത്. നമ്മൾ അവരെ കണ്ടിട്ട് അഭ്യാസം കുറയ്ക്കണം. ഗ്രഹിക്കുന്നുണ്ടോ? മനപ്രയാസം വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ മാനസാന്തരപ്പെടണം, വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇവിടെ പറഞ്ഞോ, മനുഷ്യൻ ഇതെല്ലാം സംഭവിക്കും. മനുഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഈ ഭൂമി നിൽക്കാൻ കഴിയാതെ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. കണ്ടോ? ശാശ്വത ഭവനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയും. ഇറ്റേണൽ ഡ്വെല്ലിംഗ് പ്ലേസ്. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ 9 മാസവും ചില്ലറ ദിവസവും കിടക്കുമെന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ 120 കൊല്ലം ഇരിക്കേണ്ടതാണ്. കയ്യിലിരിപ്പ് കാരണം അത്രയും നമ്മൾ ഇരിക്കില്ല. മനസ്സിലുണ്ടോ? 60, 70, ഏറെയായാൽ 80, അതിന് മേളിലോട്ടൊക്കെ പോയാൽ വല്ലാതെ പരുവം കിടും. ശരിയല്ലേ? അത്രയും പോകാൻ തന്നെ വലിയ പാടാണ്. അത്രയും പോയാൽ തന്നെ വലിയ പ്രയാസമാണ്. ബാക്കി ഞാൻ തൊടുന്നില്ല, തിരിച്ചു വരികയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഫലിക്കാതെ മനുഷ്യൻ ശാശ്വത ഭവനത്തിലേക്ക് പോകും, സ്ഥിരമായ വാസസ്ഥലത്തിലേക്ക് പോകും. റൈറ്റ്. അടുത്ത് വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടമുടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പൊടി, നമ്മുടെ ശരീരം പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകും. ഇവിടെ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്പർ 1, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. നമ്പർ 2, പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് തിരികെ ചേരും. നമ്പർ 3, ആത്മാവ് തന്നെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകും. കാര്യങ്ങൾ പിടിയിട്ട് കാണും. ഏറ്റവും പ്രധാനപ്പെട്ടത്, മനുഷ്യൻ ഇവിടം വിട്ടു പോകും. പോകുന്നത് ശാശ്വതമായ സ്ഥലത്താണ്. പിന്നീട് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ല. അങ്ങനെ ശാശ്വതമായ സ്ഥലം 2 ഇടമുണ്ട്. സുഖമുള്ളിടവുമുണ്ട്, ദുഃഖമുള്ളിടവുമുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ആരും പറയരുത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് മനസ്സിലായിക്കോളുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ. കുഴപ്പമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ നമ്മൾ ഈ പറയുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്.
കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആഹാരമൊക്കെ നിയന്ത്രണം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാണ് വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലേ. ആ ധൈര്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാണാൻ പറ്റാത്ത വഴിയാണ് ആ വഴിയെന്ന് പറയുന്നത് അല്ലേ. അത് നിങ്ങൾ ഹോസ്പിറ്റലിൽ വല്ലപ്പോഴും പോയി കാണണം. ഡയബറ്റിക് പേഷ്യൻസിനെ കാണണം. കാലിലൊക്കെ ചെറുതായിട്ടൊരു മുള്ളു കൊണ്ടു, പഴുക്കുന്നത് തുട വരെ പഴുക്കും. പക്ഷെ ഇവിടം വെച്ച് അവർ കട്ട് ചെയ്യില്ല, നേരെ അവിടെ കൊണ്ടുവന്നിട്ട് നഖം ആദ്യം ഇളക്കി അങ്ങ് കളയും. പിന്നെ അവിടെ ഇങ്ങനെ ചെത്തി തുടങ്ങും. കുറേശ്ശെയാണ് ചെത്ത്. അതാണ് ഇതിന്റെ പ്രശ്നം. അത് ചെന്നിരുന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വരുന്നെടുത്ത് വെച്ച് കാണാൻ പറ്റുന്നത് അത്ര എളുപ്പമുള്ളതല്ലത്. ഒറ്റ പരിപാടിയിൽ ചത്തുപോയാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ചാകണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? അത് സംഭവിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഒളിച്ച് പായസം കുടിച്ചതിനും ഒളിച്ച് ലഡു കഴിച്ചതിനും എല്ലാം ഏറ്റു പറഞ്ഞാലും ഇവര് വിട്ടുകൊടുക്കത്തില്ല. നഴ്സുമാര് പിടിച്ചു വെച്ചു കൊടുക്കും, മറ്റവര് ചെത്തും. ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടായി പറയുന്നേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേഷ്യന്റിന് വിളിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരിങ്ങനെ ചെത്തിക്കൊണ്ടേയിരിക്കും. രക്തം ശരിക്ക് കാണുന്നത് വരെ ചെത്തും അല്ലേ. ചെത്തിയിട്ട് പിറ്റെന്നും അവർ അടിച്ചു വെച്ച് പിറ്റെന്നും ചെത്തും. അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ഉണക്കിയെടുക്കുക ഭയങ്കര പാടാണ്. ഇത് ഒരു കാര്യം. കിഡ്നി അടിച്ചു പോയാൽ ഇതിനേക്കാളും പ്രശ്നമാണ്. കണ്ണടിച്ചു പോയാൽ അതിനേക്കാളും പ്രശ്നമാണ്. ഏത് അവയവം അടിച്ചു പോയാലും ഭയങ്കര പ്രശ്നമാണ്. ഇതൊന്നും അടിച്ചു പോകാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ച് പഠിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലേ. അതിൽ എന്തൊക്കെ സാധനം വേണമെന്ന് തിരിച്ചറിയേണ്ടത് ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാതെ ചവിട്ടാൻ വച്ചിരിക്കുന്ന പെടലുകളിൽ മാറി മാറി ചവിട്ടിയിട്ട് വിട്ടോട്ട് പോയാൽ പോരാ. ഇതിൽ എന്തൊക്കെ നമ്മൾ ആകെ നോക്കുന്നത് അല്ലേ. പൊതുവിലുള്ള ആൾക്കാർ നോക്കുന്നത് എനിക്കൊണ്ട് പെട്രോൾ ഉണ്ടാകുന്ന മാത്രം നോക്കുമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ഇൻഡിക്കേഷൻസ് അല്ലെ. എവിടെയൊക്കെ എന്തൊക്കെ ഓയിൽസ് അതുണ്ടോ ഇല്ലയോ, എന്തൊക്കെ ഫംഗ്ഷൻ കംപ്ലീറ്റ് കാണിക്കുന്ന ഇൻഡിക്കേഷൻസ് ഫ്രണ്ടിലുണ്ട്. അതിൽ ഒരു ലൈറ്റ് എങ്കിലും എന്താ പറയാ നമുക്കത് സൂചന തരുന്നെങ്കിൽ അതിനെ ഗണ്യമാക്കാതെ പോയാൽ ഗണ്യമായ പണി നമുക്ക് കിട്ടും. അതിന് സംശയമൊന്നും വേണ്ട. അത് വണ്ടിയുടെ കാര്യം. അതിനേക്കാൾ വലുതാണ് നമ്മുടെ ശരീരത്തിന്റെ കാര്യം. ഇതിനേക്കാൾ വലുതാണ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ കാര്യം. ഇതൊന്നും ഗണ്യമാക്കാതെ സുഖേനെ ചുമ്മാ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരുപാട് പേര് നമ്മളുണ്ട്. കൈ കിട്ടുന്ന എല്ലാം കിട്ടും. നമ്മളെല്ലാം പറയുന്നത് തിരിച്ചു കടിക്കാത്ത എന്തിനേം തിന്നും. ഒന്നും കടിക്കില്ല, കാരണം എല്ലാത്തിനെയും കൊന്നാണ് നമ്മൾ തിന്നുന്നത്. ഇതെല്ലാം അകത്ത് പോയിട്ട് തിരിച്ചു കടിക്കും. അപ്പൊ ചൊറിയാൻ പറ്റത്തില്ല. പറഞ്ഞ് ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ബാക്കി വരുന്ന വഴിയെ കാണേണ്ടി വരും. അത്ര എളുപ്പമല്ല, അത്ര സുഖകരമല്ല എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് മാത്രം ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്. അവിടെ പറഞ്ഞിട്ടോ 3 പദപ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടോ. ഒന്ന്, ശാശ്വതമായ ഭവനത്തിൽ പോകും. അതാണ് ഇവിടെ ഈ 60s കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? നേരെ നമ്മൾ തീയിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞോളൂ. ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്കറിയാലോ ഒരാളിനെ കുറിച്ച് വചനം പറയുന്നത്, അയാൾ ആഡംബരപൂർവ്വം ധൂമ്ര വസ്ത്രവും പട്ടൊക്കെ ധരിച്ച് നന്നായിട്ട് ജീവിച്ചെന്നാ പറയുന്നേ അല്ലേ. ആള് മരിച്ചു, ആള് നരകത്തിൽ പോയി അല്ലേ. നരകത്തിൽ പോയിട്ട് എന്താ സംഭവിച്ചത്? ആ മനുഷ്യൻ നമ്മൾ ആരെയും പോലെ അല്ല. എന്തായാലും എന്നെ പോലെ അല്ല. നിങ്ങളെ പോലെ ആണോ എന്ന് എനിക്കറിയില്ല അല്ലേ. നിങ്ങൾ നല്ല ഡീസന്റ് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം. സ്തോത്രം. എന്നെ പോലെ അല്ല, അയാൾ വളരെ ഡീസന്റ് ആണ് എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിൽ പോയിട്ട് അയാൾ ആദ്യം ചോദിച്ചത്, എനിക്ക് ലാസറിന്റെ ചെറുവിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി നാക്കിലും തൊട്ട് തരണം. ഞാനായിരുന്നെങ്കിൽ 1 കുപ്പി വെള്ളം ചോദിച്ചേനെ. നിങ്ങളായിരുന്നെങ്കിൽ എത്ര ചോദിച്ചേനെ? നിവർത്തി കേട്ട വരുവാണേ. ലാസറിന്റെ ചെറുവിരലൊന്ന് തൊട്ട് അത്ര എനിക്ക് ഇപ്പൊ ഒന്ന് നാവ് നനയ്ക്കാനുള്ള വെള്ളം മതി. എത്ര നല്ല മനുഷ്യനാണെന്ന് നോക്കിയാൽ നരകത്തിൽ കിടക്ക പാവം. കണ്ടോ? അത് നടക്കില്ലെന്ന് പറഞ്ഞപ്പോ അടുത്ത അയാൾ ഡിമാൻഡ് ചെയ്ത കാര്യം, ലാസറിനെ ഒന്ന് എൻ്റെ നാട്ടിൽ വിടണം. എൻ്റെ സഹോദരന്മാർ അവിടെ ഉണ്ട്, അവർ പറഞ്ഞ കേൾക്കത്തില്ല. ഒന്ന് ഇവനെ പറഞ്ഞ് തന്നെ വിടണം. ഇവിടെ ഭയങ്കര ചൂടാണെന്നും ഇവിടെ പ്രതിസന്ധിയാണെന്നും ഒന്ന് പറയണം. ഞാനായിരുന്നെങ്കിൽ പറയത്തില്ല. അവന്മാരെല്ലാവരും എൻ്റെ കൂടെ നരകത്തിൽ വരണമെന്നേ ഞാൻ ആഗ്രഹിക്കൂ. ശരിയല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരെ നിങ്ങൾ വിളിച്ചോണ്ടൊന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാലോ എന്നും വെച്ചിട്ട് നമ്മൾ ആരെയും വിളിക്കില്ല. നമ്മൾ രക്ഷപ്പെടില്ല എന്ന് നമുക്കറിയാം. അവർ രക്ഷപ്പെട്ടു പോയാൽ അവർ സ്വർഗത്തിൽ പോകും. അതിനേക്കാളും അവർ നമ്മുടെ കൂടെ നരകത്തിൽ വരട്ടെ എന്നുള്ള വിശാല മനസ്സുകൊണ്ട് നമ്മൾ ആരെയും വിളിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണുന്നു. അതാ ഞാൻ പറഞ്ഞത്, ധനവാൻ നല്ല മനസ്സിന്റെ ഉടമയാണ്, പക്ഷെ നരകത്തിൽ പോയി. സ്വത്രം ഗ്രഹിക്കാൻ വരുന്നുണ്ടോ? ഇത് നമ്മൾ തിരിച്ചറിയണം. നല്ല മനുഷ്യനാണ്. എത്ര വലിയ വാഞ്ചയാണെന്ന് നോക്കി ആൾക്കാർ നരകത്തിൽ പോകാതിരിക്കാൻ. ഈ ഒരു ഭാരം നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ആൾക്കാർ രക്ഷിക്കപ്പെട്ടേനെ.
എന്തുമാത്രം ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അല്ലേ? ഫ്രണ്ട്സ് സർക്കിളിൽ എത്തുമാത്രം ആൾക്കാരുണ്ട്. അവരോടൊക്കെ സുവിശേഷം പറയാൻ നമുക്ക് കഴിയില്ലായിരുന്നോ? ഇതറിയായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ. സ്തോത്രം. ശാശ്വത ഭവനം അത്ര നല്ലതല്ലെന്ന് അനുഭവിച്ചറിഞ്ഞ ധനവാൻ അവിടെ കിടന്ന് വിലപിക്കുകയാണ്. അയ്യോ, ആരെ ഇങ്ങോട്ട് വിടരുതേ, എല്ലാരോടും ചെന്ന് പറയണേ, പറ്റുമെങ്കിൽ ലാസറിനെ തന്നെ വിടണം. അവിടെയാണ് പ്രത്യേകത. കർത്താവ് പറയുക, ലാസറിനെ വിടാൻ പറ്റത്തില്ല, അവിടെ വേറെ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്, അത് മതി, അല്ലെ? അടുത്ത് കർത്താവ് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അവന്മാര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചൊരുത്തൻ ചെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. സംഭവം ശരിയല്ലേ? ഇതിന്റെ അർത്ഥം എന്തുവാ? ഗുണം പിടിക്കണമെന്നുള്ളവൻ അവന് ട്രാക്ട് കിട്ടിയാലും മതി, അവൻ ഗുണം പിടിക്കും. ഗുണം പിടിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരലിലിട്ട് ഒലക്ക കൊണ്ട് അവില് പോലെ ഇടിച്ചാലും അവൻ്റെ പോഷത മാറുകയല്ല. ശരിയല്ലേ? ഉപദേശിമാർ എത്രയോ ദിവസം കൊണ്ട് ഇടിക്കുന്നതാണ് ചർച്ചിലിട്ട്. അതാണ് ഞാൻ 5 ദിവസം കൊണ്ട് ഇവിടെ ഇട്ട് പിടിച്ച് ശരി വെളുപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ വെളുക്കുകയല്ല. പിന്നെ അവർക്കൊരു റെസ്റ്റ് കൊടുത്തിട്ട് 5 ഇടി ഞാൻ ഇടിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതാ ഞാൻ ഗുണം പിടിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ പറ്റൂ. പ്രസംഗകന്റെ പ്രത്യേകത അല്ല, ചർച്ച് പാസ്റ്ററുടെ പ്രത്യേകത അല്ല, ആരുടെയും വീര്യപ്രവൃത്തി അല്ല നമ്മളെ ഗുണം പിടിപ്പിക്കുന്നത്, നമ്മുടെ തന്നെ മനസ്സാണ്. നമ്മൾ മനസ്സ് വെക്കാതെ നമ്മളെ ഗുണം പിടിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ശരിയല്ലേ? എല്ലാം അങ്ങനെ ഉണ്ടാകാതെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, വന്നു പോയല്ലോ ഒന്നും വെച്ചിട്ട്, അല്ലേ? ആരോ 1-2 പേര് ആരൊക്കെ വിളിച്ചുകൊണ്ട് വന്നു, അവരിങ്ങനെ പടം കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാ, അല്ലേ? പടം അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് നോക്കി പോകണം, ആ സൈഡിൽ കാണിക്കുന്നുണ്ട് പടം. ഓക്കെ, നമുക്ക് തിരിച്ചു തരാം. ദൈവമക്കളെ, കാര്യം ഗൗരവമായി അറിയണം. ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ തീയിൽ പോകാതിരിക്കാൻ കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്നു. പൊടി മണ്ണിലേക്ക് തിരിച്ചു ചേരും എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ ശരീരത്തിരിക്കുന്ന ഈ പൊടിയുണ്ട്, ഇത് പൊടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ ത്വക്കൊക്കെ പെട്ടെന്ന് മാറി വരുന്നതാണ്. 20 ദിവസം വെച്ച് ത്വക്ക് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം ഇത് കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ടായിരുന്ന പച്ചക്കറിയും കോഴിയും അതും ഇതൊക്കെയാണ് ഈ സാധനം, അല്ല? ഇത് ഓരോ കുളിയിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പുതിയത് വന്നുകൊണ്ടിരിക്കുക, പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റിലിരിക്കുന്ന പീസായിട്ടിരിക്കുന്ന ഫുൾ സാധനം, അല്ലേ, മണ്ണിലേക്ക് തിരിച്ചിടും. ദൈവദാസന്മാർ വന്ന് കുഴിയുടെ കരയിൽ നിന്നിട്ട് പൊടിക്ക് പൊടിയായി, ചാരത്തിന് ചാരമായി, പൂഴിക്ക് പൂഴിയായി നിന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ് മണ്ണും വാരിയിട്ടിട്ട് പൈസ മേടിച്ചിട്ട് അവരവരെ വഴിക്ക് പോകും. ചിലർ മേടിക്കല്ല കേട്ടോ, ശവടക്കിന് പോയി ചിലർ മേടിക്കില്ല, ഞാൻ മേടിക്കും. ശവടക്കിന് പോയി മേടിക്കുന്നില്ല, അല്ല, അയാളോട് ബന്ധപ്പെട്ട് ഇനി വേറെ കർത്തവ്യം ഇല്ല, അതുകൊണ്ട് നമുക്ക് മേടിക്കാം, കുഴപ്പമൊന്നും. ചിലരങ്ങനെ മരണം വേണി മേടിക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെയുള്ള യാതൊരു ദുർശീലവും ഇല്ല, അല്ലേ? ശവടക്കം നിനക്ക് മേടിക്കണം, പ്രയാസപ്പെടുകയൊന്നും വേണ്ട. സ്തോത്രം. അയാളിൽ നിന്ന് നല്ലൊരു മേടിക്കുന്നേ, വേണ്ടപ്പെട്ടവർ നല്ല മേടിക്കുന്നത്, സാരല്ല. നിങ്ങളാരും മരിക്കാൻ വിഷമിക്കണം കേട്ടോ, യു കം ബാക്ക്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, പ്രഷർ മേലോട്ട് എറിയോ താഴോട്ട് വരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ടക്കനോ താഴെ വീഴുന്നു, ചാവുന്നു. നമ്മൾ പറയുന്നത് അവിശുദ്ധനായതുകൊണ്ടാണ് സ്റ്റേജിൽ മരിച്ചത്, അങ്ങനെയൊന്നുമല്ല, പ്രഷർ കൂടിയിട്ട് ചത്തുപോയതാണ്. ശരിയല്ലേ? ആണെന്ന്. എണ്ണപ്പലഹാരം എന്തെങ്കിലുമൊക്കെ 4 അടുപ്പിച്ച് തിന്നോട്ട് വന്നിട്ട് നിന്ന് പ്രസംഗിച്ചാൽ തലവത്തിന് താഴെ പോകും. അത് നമ്മൾ വിശുദ്ധിയാണെന്നൊക്കെ പറയാം, വിശുദ്ധിയൊന്നും അല്ല, ഇത് ശരീരത്തിൻ്റെ ഇംബാലൻസ് ആണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞത്, തറയിൽ വീണ് മരിച്ചു പോയാൽ നിങ്ങൾ നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് അതിൻ്റെ പിറ്റത്തേക്ക് പ്രസംഗിക്കാൻ വേറൊരാളിനെ വിളിക്കും, വേറെ വിഷയങ്ങളല്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ നേരെ പാക്ക് ചെയ്യും, അല്ലേ? ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും താലൂക്ക് ആശുപത്രി കൊണ്ടുവച്ച്, ചിലപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് പിറ്റേന്ന് രാവിലെ സാധനം ഇവിടെ നിന്ന് അവിടെ എത്തിക്കും. എന്തായാലും നാളെ വൈകുന്നേരത്തിനകത്ത് വെച്ച് ശവടക്ക് നടത്തും. ഇവിടെ നിന്ന് ശവടക്ക് നടത്തും. അപ്പോൾ എൻ്റെ പരിപാടി തീരുകയാണ്. ചിലപ്പോൾ മറ്റന്നാൾ മോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അവൾക്ക് അവിടെ തിരക്കാണ്, അതുകൊണ്ട് അവൾ വരുന്ന അവൾ പറയും ഓൺലൈനിൽ കണ്ടോളാന്ന് പറയും. അന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? 1-2 ലക്ഷം രൂപ ചിലവാക്കി നാട്ടിൽ വരുന്നതിനേക്കാളും ഓൺലൈനിൽ കണ്ടോളാം, കരയാനും അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവരതിൻ്റെ ക്രമം. ഇതൊന്നും വലിയ വിഷയമല്ല. അവൾ ഓടി വന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ്? വേറെ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല, അല്ലേ? പിന്നെ നാട്ടുകാർ പറയൂ, മോള് വന്നല്ലോ അല്ലെങ്കിൽ വന്നില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടിയാണ് 2 ലക്ഷം രൂപ പൊട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാണെങ്കിൽ ഈ ചത്ത എൻ്റെ കാര്യമാണ് പ്രശ്നം. ബുക്ക് പേപ്പറും ബാക്കിയെല്ലാം ഓക്കെ അല്ലെങ്കിൽ ഞാൻ പോയി കയറുന്നത് ശാശ്വത ഭവനത്തിലാണ്. അവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ആ ശാശ്വത ഭവനത്തിൽ ദൈവത്തോടൊപ്പമാണെങ്കിൽ നമ്മൾ വിജയിച്ചു, ചെകുത്താനോടൊപ്പമാണെങ്കിൽ പരാജയപ്പെട്ടു. ചെകുത്താൻ ശ്രമിക്കുന്നത് നമ്മളെ ഏതു വിധേനയും അവൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അതിനെന്തും തരാൻ അവൻ തയ്യാറാണ്. പിശാചിനി ഭൂമിയിൽ നമുക്ക് തരാൻ കഴിയാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് നിത്യജീവനാണ്. അതാണ് നാട്ടിൽ ലോക്കൽ ദൈവങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്ന അവർക്ക് എന്തും തരാൻ പറ്റും. നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നമനം തരാൻ പറ്റും, നിങ്ങൾക്ക് മക്കളെ തരാൻ പറ്റും, എന്തും തരാം. തിരുവനന്തപുരത്ത് ആറ്റുകാൽ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്.
വളരെ പ്രമാദമായ ക്ഷേത്രമാണ്. ഒരുപാട് സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവിടെ വന്ന് പൊങ്കാല ഇടാറുണ്ട്. അപ്പം ഞാൻ അവിടെ കുത്തിയോട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചടങ്ങുണ്ട്. അപ്പം ഞാനിത് എന്താണെന്ന് എനിക്ക് വാസ്തവത്തിൽ നേരെ അറിയത്തില്ലായിരുന്നു. ഈ അടുത്തിടയ്ക്ക് ഞാനിത് പഠിച്ചത് എന്താണെന്ന് കേട്ടത്, മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളില്ലാത്തവർ അവിടെ ചെന്ന് ദൈവത്തിന്, ഈ ദേവിക്ക് 101 കലത്തിലോ 1001 കലത്തിലോ നിങ്ങളുടെ സൗകര്യം പോലെ കലങ്ങളിൽ പിന്നെ എന്താ പറയുക, പൊങ്കാല ഇടാം എന്ന് നേർന്നാൽ നിങ്ങൾക്ക് കുട്ടി കിട്ടും. കുട്ടി ആൺകുട്ടി തന്നെ കിട്ടും. മനസ്സിലാണ്ടോ? അപ്പോൾ ആൺകുട്ടി കിട്ടാൻ വേണ്ടി ആൾക്കാർ അവിടെ ചെന്ന് നേരാറുണ്ട്. ചിലർ 101, ചിലർ 1001, ചിലർ 2001. അവരുടെ ബുദ്ധികേടും അവരുടെ പൈസയും പോലെ ഇത് രണ്ടും വേണം. മനസ്സിലായി? അതനുസരിച്ച് അവരവിടെ പോയി നേർന്ന് കഴിയുമ്പോൾ അവർക്ക് മക്കൾ കിട്ടും, ആൺകുട്ടി തന്നെ കിട്ടും. ആ കുട്ടി അവരവിടെ കൊണ്ടുചെന്ന് ഈ പൊങ്കാല ദിവസങ്ങൾ നടക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുചെന്ന് നടത്തുന്നൊരു ചടങ്ങിന് പറയുന്ന പേരാണ് കുത്തിയോട്ടം. എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിനെ കൊണ്ട് അവിടെ ഇരുത്തി കൊടുക്കും. അവരിങ്ങനെ തൂക്കി പിടിച്ചു കൊടുക്കുക എന്തോ ചെയ്യും. അപ്പോഴത്തേക്ക് അവിടുത്തെ പിന്നെ എന്താ പറയുക, ആ വൈദികൻ ഒരു 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 എന്താ സ്വർണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു അമ്പ് കൊണ്ട് ഈ കൊച്ചിൻ്റെ വയറ്റിലും കുത്തും, മുതുകിലും കുത്തി ചോര ഒലിപ്പിക്കും. മനസ്സിലാണ്ടോ? അപ്പൊ അതാണ് ഇപ്പോൾ അവിടെ ജയിച്ച ശ്രീലേഖ IPS പറഞ്ഞത്, ഇത് തെറ്റായ ഒരു ആചാരമാണ്, ഇങ്ങനെ കൊച്ചിനെ കുത്തി മുറിപ്പെടുത്താൻ പാടില്ല. പക്ഷെ ഇത് പണ്ടേ നടക്കുന്ന ആചാരമാണ്. മനസ്സിലുണ്ടോ? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവിടുത്തെ മേയർ ആവുന്ന ആളിന് കുത്തണമെന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിയും കൊണ്ടൊന്ന് കുത്തും, വലിയ സംശയമൊന്നും വേണ്ട. കാരണം മേയർ ആവുകയാണ് പ്രധാനം. കുത്തി വയറിലൊരു കിഴുത്തെടുന്നതിന് വലിയ പ്രശ്നമൊന്നും അവർക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. ഇത് ഒരു ആചാരമാണ്. അപ്പോൾ അമ്മാതിരി ആചാരപ്രകാരം അവിടെ ചെന്ന് 100 കണക്കിന് പിള്ളേരാണ് കുത്തിയോടാൻ ചെന്ന് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര അധികം പിള്ളേർ അവിടെ ആ ദേവി പ്രസാദിച്ചിട്ട് അവർക്ക് മക്കൾ ജനിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ശരി തന്നെയായിരിക്കും. പക്ഷെ അവർക്ക് ലഭിക്കാത്തതൊന്നാണ്, നിത്യജീവനാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ ഇരിക്കുന്ന ദേവിക്ക്, അല്ലെങ്കിൽ ആ ദേവിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ആർക്കായാലും ഇവർ പറയുന്നത് എന്തും നേടിക്കൊടുക്കാൻ കഴിയും. ലോകത്തിൽ എവിടെയും ഇരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും, സ്തോത്രം, മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നേടിക്കൊടുക്കാൻ കഴിയും. ഇവർക്ക് നേടിക്കൊടുക്കാൻ കഴിയാത്തത്, ഈ ഭൂമിയിലെ ദൈവങ്ങൾക്കൊന്നും നേടിക്കൊടുക്കാൻ കഴിയാത്തത് നിത്യജീവനാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊത്തുള്ള നിത്യവാസമാണ്. അതിന് വഴിയൊരുക്കിയിരിക്കുന്നത് പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് കർത്താവ് ഒരുക്കിയതാണ് മാർഗം. സ്വതന്ത്രം. ആ മാർഗം ഒഴികെ മറ്റൊരു മാർഗവും ഈ പദ്ധതിക്കില്ല. അതുകൊണ്ടാണ് പത്രോസ് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ മറ്റൊരുത്തലിലും രക്ഷയില്ല. കണ്ടോ? മറ്റൊരുത്തലിലും രക്ഷയില്ല. അതിനപ്പുറത്ത് യാതൊരു കുറവും നമുക്ക് പറയേണ്ട കാര്യമില്ല. രക്ഷയ്ക്കാണ് നമ്മൾ യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നത്. റൈറ്റ്? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ്. സ്തോത്രം. യേശുക്രിസ്തു വന്ന് നമുക്ക് വേണ്ടി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകാൻ അധികാരം. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ദൈവത്തിന്റെ മക്കളായിരുന്നു. ഏദനിൽ മനുഷ്യൻ പാപം ചെയ്തത് കാരണം, അല്ലെങ്കിൽ ചെകുത്താൻ പറഞ്ഞത് കേട്ട് മനുഷ്യൻ പാപം ചെയ്തത് കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. തിരിച്ച് ദൈവത്തിന്റെ മക്കളാക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ മാത്രമാണ്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ദൈവപുത്രനാണ്. മനസ്സിലാണ്ടോ? ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണെന്നും യേശു ദൈവമാണെന്നും തിരുവെഴുത്ത് തന്നെ പരാമർശിക്കുകയാണ്. ക്രിസ്തുവിന്റെ പ്രാർത്ഥന പറയാണ്, പിതാവേ, അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ. അതിന്റെ അർത്ഥം എന്താണ്? കണ്ടോ? പക്ഷെ അടുത്ത് വന്ന് കാത്തലിക് ചെയ്തത് എന്താണ്? യേശുക്രിസ്തുവിനോടുള്ള മഹത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ യേശുക്രിസ്തുവിന് പകരക്കാരനായി യേശുക്രിസ്തുവിനെ കൂടെ നിർത്താൻ വേണ്ടി മറിയത്തെ പ്രതിഷ്ഠിച്ചു. അതിന്റെ കൂടെ പുണ്യാളന്മാരെ പ്രതിഷ്ഠിച്ചു. ഇതാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ സംഭവിച്ച വീഴ്ച. നാളെ ചിലത് മുമ്പിലേക്ക് പോയി 300 കഴിഞ്ഞപ്പോഴത്തേക്ക്, സ്തോത്രം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രബലമായി. അപ്പോഴത്തേക്ക് വന്ന ഏരിയസ് എന്ന് പറഞ്ഞൊരു ദുരുപദേശകനുണ്ട്. ഏരിയസ് അയാൾ വന്നിട്ട് പറഞ്ഞു, യേശുക്രിസ്തു 50% ദൈവവും 50% മനുഷ്യനുമാണ്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? 50% ദൈവവും 50% മനുഷ്യനും. അത് വന്നപ്പോഴാണ് അന്നത്തെ ഉപദേശിമാർ, പുരോഹിത വർഗം എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്തത്, ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ മനസ്സിലായി, കാര്യമില്ല. ആദ്യ നൂറ്റാണ്ടിലെ എഴുത്തുകളെടുത്ത് പരിശോധിച്ചു, ഇവൻ പറഞ്ഞതിൽ യാതൊരു കാര്യവുമില്ല.
യോഹന്നാൻ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. ആ ക്രിസ്തു ദൈവമാണെന്ന് കൃത്യമായ തെളിവുകൾ ഈ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് 390 എത്തുമ്പോൾ ഈ ഉപദേശിമാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്തു, നമുക്ക് ഒരു ഗ്രന്ഥം വേണം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ആൾക്കാർ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അവകളെ ചെറുക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഗ്രന്ഥം വേണം. അങ്ങനെ അവർ അന്ന് അവിടെ സർക്കുലേറ്റ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥശേഖരം എല്ലാം എടുത്ത് ഒരു കളക്ഷൻ എടുക്കുന്നു. അങ്ങനെയാണ് അവര് 27 പുസ്തകങ്ങൾ അടങ്ങിയ പുതിയ നിയമത്തിന് രൂപം കൊടുക്കുന്നത്. അതിനവർ പ്രധാന മാനദണ്ഡങ്ങൾ എടുത്തു. 1, യേശുവിന്റെ ശിഷ്യന്മാർ എഴുതിയതായിരിക്കണം. 2, ശിഷ്യന്മാരുമായി ചേർന്നുള്ളവർ എഴുതിയതായിരിക്കണം. 3, ഉപദേശ വൈപരീത്യം വരാൻ പാടില്ല. ഇത്യാദി പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ രാഗിമിനിക്ക് 27 പുസ്തകങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥം തയ്യാറാക്കി നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കിന്ന് ഈസിയായി ദുരുപദേശങ്ങളെ ചെറുക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ദൈവത്വത്തിനെതിരെ വരുന്ന എല്ലാവറ്റകളെയും നമുക്ക് ചെറുക്കാൻ കഴിയുന്നത്. ഇത് 397 കാര്യമാണ്. 400 450 500 550 മുഹമ്മദ് നബി എത്തിയിട്ട് പറയുകയാണ്, യേശുക്രിസ്തു ദൈവമല്ല, യേശു ദൈവപുത്രനുമല്ല. നമുക്കതിനെ ശിരസാവഹിക്കേണ്ട കാര്യമില്ല. കാരണം തിരുവെടുത്ത് അടിസ്ഥാനമിട്ട് അടിവരയിട്ട് പറയുകയാണ്, യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തു ദൈവമാണ്. സ്തോത്രം. ദൈവമായിരുന്ന ക്രിസ്തു തന്നെത്താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിന്റെ പാപത്തെ പേറിക്കൊണ്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വേഗം വരാൻ പോവുകയാണ്. ഇത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ എഴുതി വെച്ചത് വിശ്വസിക്കണമോ? 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്ന ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കണമോ? അവിടെയാണ് 5 നൂറ്റാണ്ട് കഴിഞ്ഞു വന്നയാൾ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കേണ്ടുന്ന കാര്യമില്ലാതെ വന്നത്. ഏതായാലും നബി നാടുനീളെ പഠിപ്പിച്ചു, യേശു ദൈവമല്ല, മാത്രവുമല്ല ഏകസത്യ ദൈവം എന്ന് പറഞ്ഞ് അവർ മറ്റൊരു ദൈവത്തെ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് നോക്കിയാൽ വിശദീകരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം പോകുവാൻ ഞാൻ മുതിരുന്നില്ല. ഏതായാലും ഒറ്റ ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്, മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി വന്ന ക്രിസ്തുവിനെ മാസ്ക് ചെയ്യുക, മറ്റൊരു ദൈവത്തെ അല്ലെങ്കിൽ ദൈവം എന്ന നിലയിൽ മറ്റൊരാളെ അവതരിപ്പിക്കുക. ആ മാസ്കിംഗ് വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ വിജയിച്ചു, അല്ലേ? തരക്കേടില്ലാത്തൊരു പരിധി വരെ വിജയിച്ചു. അവർ പ്രസന്റ് ചെയ്ത ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നും സ്വർഗത്തിൽ ചെന്നാൽ മദ്യപ്പുഴ അവിടെ ഉണ്ട് എന്നും ഒരാൾക്ക് 72 സ്ത്രീകളെ വെച്ച് ശാരീരിക ബന്ധത്തിന് കൊടുക്കുമെന്നും പറഞ്ഞ് പാവം ജനത്തെ അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ ഇതിൽ വിശ്വസിച്ചാണ് ഇന്ന് ജനം ജീവിക്കുന്നത്. ശ്രീലങ്കയിൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരു ഭീകരാക്രമണത്തിൽ ഈ വിശ്വാസത്തിലുണ്ടായിരുന്ന ഒരാള് മരിച്ചപ്പോൾ അയാളുടെ ബോഡി പരിശോധന നടത്തുമ്പോൾ അയാൾ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തിട്ടാണ് അയാൾ മരിക്കുന്നത്. അയാളുടെ ബോഡി പരിശോധിക്കുമ്പോൾ അയാളുടെ ലിംഗത്തിൽ ഒരു ഇരുമ്പ് ഉറയിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 72 ഖൂറിമാരെ പ്രാപിക്കാനുള്ളതാണ്. ആ മനുഷ്യന്റെ ബുദ്ധി എത്രത്തോളം അധമമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, മനുഷ്യന്റെ ബുദ്ധിയെ ചെകുത്താൻ കെട്ടിക്കളഞ്ഞാൽ ഇത്രയധികം അവൻ അധമനാകാൻ കഴിയും. സ്തോത്രം. മറ്റൊരുത്തലിലും രക്ഷയില്ലെന്ന് വിളിച്ചു പറയാൻ, സ്തോത്രം, എവിടെയോ പരാജയപ്പെട്ടു പോയെടുത്താണ് ഇമാതിരി സാധനങ്ങൾ ഉയർന്നത് എന്ന് ദൈവജനം തിരിച്ചറിഞ്ഞിരിക്കണം. കേരളത്തിൽ ഇനി അധിക നാൾ നമുക്ക് ഇക്കാര്യങ്ങൾ വിളിച്ചു പറയാനാവില്ല. ഉലകത്തിൽ ഇനി അധിക നാൾ നമുക്ക് വിളിച്ചു പറയാനാവില്ല. കിട്ടുന്ന കാലം കിട്ടുന്ന ഒച്ചയെടുത്ത് നാട്ടുകാരോട് വിളിച്ചു പറയാൻ നമ്മൾ തയ്യാറെടുക്കണം. ആ ക്രിസ്തു തന്നെയാണ് ദൈവം, ആ ക്രിസ്തു തന്നെയാണ് മാനവകുലത്തിന്റെ രക്ഷകൻ. മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന് പറയുവാനും മരിക്കുവാനും നമ്മൾ തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. നമ്മുടെ കർത്താവ് വരാൻ സമയം അടുത്തിരിക്കുകയാണ്. ഈ ന്യായവിധി, ആ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും മരിക്കേണ്ടുന്ന ആവശ്യമില്ല, അവർ നിത്യജീവനെ പ്രാപിക്കും. സ്തോത്രം. അങ്ങനെ ഈ ഭൂമിയെ തീയിലേക്ക് കടത്തുന്നതിന് മുമ്പ്, തീയിലേക്ക് ഇത് പോകുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കാൻ വരാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഈ ഭൂമി തീയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. നമ്മൾ ഈ ഭൂമിയുടെ അവസ്ഥയെ കാലങ്ങളായി തിരിച്ചു സംസാരിച്ചാൽ, ഒന്നാമത്തെ കാലത്തിന് യുഗങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ കാലഘട്ടത്തെ ഞാൻ പറഞ്ഞ മനസ്സിലായിട്ട്, ഈ ഭൂമിയിൽ നമുക്ക് കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ യുഗങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പഠിക്കാൻ വേണ്ടിയുള്ള പെട്ടെന്ന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം എന്ന് പറയും. ഞാൻ പെട്ടെന്ന് യുഗങ്ങളെ കുറിച്ചൊന്ന് പരാമർശിച്ചിട്ട് വളരെ വേഗം മുമ്പിലോട്ട് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ദൂതന്മാരുടെ യുഗം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ
ദൂതന്മാരുടെ സൃഷ്ടിപ്പ് മുതൽ അവരുടെ വീഴ്ച വരെയുള്ള കാലമാണ്. ദൂതന്മാരെയാണ് ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത്. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു, ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ ദൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അർത്ഥം ആദ്യം ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ്. യെഹെസ്കേൽ പ്രവചനത്തില് സ്തോത്രം ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു എന്ന്, അവരുടെ സൃഷ്ടിച്ചപ്പോൾ അവർ ഡീസന്റ് ആയിരുന്നു എന്നൊക്കെ പരാമർശിക്കുന്നു. ഇൻ ഷോർട്ട്, ദൈവം ആദിയിൽ ദൂതന്മാരെ സൃഷ്ടിച്ചു എന്ന് ചുരുക്കം. സ്തോത്രം. ദൂതന്മാരെ സൃഷ്ടിച്ചു, അവർ ദൈവത്തോടൊപ്പം മുകളിലിരിക്കണമെന്ന് ആഗ്രഹിച്ചു, അവരെ വെട്ടി അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. കൂടുതൽ വിശദീകരണങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതുവരെയുള്ള കാലത്തെ ദൂതന്മാരുടെ യുഗം എന്നാണ് ബൈബിൾ പറയുന്നത്. ദൂതന്മാരുടെ യുഗം എന്ന് പറഞ്ഞാൽ ദൂതന്മാർ ആർത്തുകൊണ്ടിരുന്നു. പിന്നീട് ദൂതന്മാർക്ക് വേണ്ടി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ദൂതന്മാർ ദൈവത്തോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിച്ചു. ദൈവം അവരെ വെട്ടി താഴേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ദൈവം ഈ ഭൂമിയെ വെള്ളം കൊണ്ട് മൂടുന്നു. അതിനെയാണ് ഫസ്റ്റ് ന്യായവിധി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻ ഷോർട്ട്, അതുവരെയുള്ള പീരീഡിന് പറയുന്ന പേരാണ് ദൂതന്മാരുടെ യുഗം. ക്ലിക്കാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം പറയാവോ? ഓക്കെ, സ്തോത്രം. അപ്പോ 2, മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം മനുഷ്യന്റെ സൃഷ്ടി മുതൽ മനുഷ്യന്റെ വീഴ്ച വരെയുള്ള കാലത്തിന് പറയുന്ന പേരാണ് നിഷ്പാപയുഗം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് പാപമില്ലാതിരുന്നൊരു കാലം. മനസ്സിലുണ്ടോ? മനുഷ്യനിൽ പാപം ഇല്ലാതിരുന്ന കാലം. മനുഷ്യന് കൊരങ്ങന്റെ വാല് ചെറുതായി വന്നതല്ല, അല്ലേ? ശാസ്ത്രം ആരംഭിക്കുന്നത് 1700കളുടെ ആരംഭത്തിലാണ്. 1700കളുടെ ആരംഭത്തിലാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഐസക് ന്യൂട്ടൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നതും തലയിലും ആപ്പിൾ വീണതും. അതുകൊണ്ട് അവിടെ തൊട്ടാണ് ശാസ്ത്രത്തിന്റെ വളർച്ച. മൂപ്പര് വലിയ കാര്യങ്ങൾ കണ്ടെന്നാ പറയുന്നത്, ഒന്നും കണ്ടൊന്നുമില്ല. തലയിൽ ആപ്പിൾ വീണു, പുള്ളി എഴുന്നേറ്റിരുന്നിട്ട് ചിന്തിക്കുക, ഇതെന്താ താഴോട്ട് വരാൻ കാര്യം, അല്ലേ? അപ്പൊ പുള്ളിക്ക് മനസ്സിലായി, ഭൂമി ഇതിനിങ്ങോട്ട് താഴോട്ട് വലിച്ചതുകൊണ്ടാണ് താഴോട്ട് വന്നത്. ഭൂഗുരുത്വ ബലം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഇത് പുള്ളി കണ്ടു എന്ന് മാത്രം, ഇത് പുള്ളി മനസ്സിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭൂഗുരുത്വ ബലം പുള്ളി ഉണ്ടാക്കിയെന്നല്ല ഇതിന്റെ അർത്ഥം. നിങ്ങളുടെ ശാസ്ത്രം ഇവിടെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റത്തുമില്ല. ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കിയേ, നടക്കില്ല. H2O ആണ് വെള്ളം എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞേ, അങ്ങനെ ഇവിടെ ഉണ്ടാക്കിയിട്ടുമില്ല, ആരും കുടിച്ചിട്ടുമില്ല. മനസ്സിലായോ? പിന്നെ ശാസ്ത്രം ഇവിടെ എന്താണെന്നാണ് പറയുന്നത്? ശാസ്ത്രം ഇതുപോലെ കണ്ടുപിടിക്കും. മനസ്സിലായോ? അത് നല്ല കാര്യമാണ്. കണ്ടുപിടിക്കട്ടെ, കണ്ടു പഠിക്കട്ടെ, ഇതിലൊന്നും കാര്യമില്ല. ബേസിക് ആയിട്ട് എർത്ത്, ഫയർ, എയർ, വാട്ടർ, ആകാശ, ഇത് 5 എണ്ണമാണ് ഇവിടുത്തെ ഫണ്ടമെന്റൽ എലമെന്റ്സ്. ഇതിലൊന്നും ചെയ്യാൻ ശാസ്ത്രത്തിന് പറ്റത്തില്ല. ഇതിനെ കൂട്ടിയും കുറച്ചും കുഴച്ചും പറക്കി എന്തെങ്കിലും ഉണ്ടാക്കാം. ആന്റിമാര് അടുക്കളയിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്ന പോലെ പച്ചക്കറികൾ വ്യത്യസ്ത ഷേപ്പിൽ വെട്ടിയിട്ട് തോരൻ എന്ന് വിളിക്കും, വ്യത്യസ്ത ഷേപ്പിൽ വെട്ടിയിട്ട് അതിനെ അവിയലെന്ന് പറയും, പിന്നെ ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ച് അതിനെ സാമ്പാർ എന്ന് പറയും. ഇതുപോലെ അവർ വേറൊന്നും ചെയ്തിട്ടില്ല. ഉള്ള സാധനത്തെ മുറിച്ച് പറക്കി വ്യത്യസ്ത കലങ്ങളിലിട്ട് വ്യത്യസ്ത ഫിസിലടിച്ച് അതിൻ്റെ കളറും രൂപവും മാറ്റി കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഇവിടെ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇവിടെ വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല. എന്നിട്ട് അവരെന്തോ വലിയ സംഭവം കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നു എന്ന പ്രത്യാശയോടെ ഐ ലൈക്ക് ടു കം ബാക്ക്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ അവന്റെ വീഴ്ച വരെയുള്ള പീരീഡിന് പറയുന്ന പേരാണ് നിഷ്പാപയുഗം. അടുത്ത് മനുഷ്യന്റെ വീഴ്ച മുതൽ മോശ വരെയുള്ള കാലം, മനുഷ്യന്റെ വീഴ്ച മുതൽ മോശ വരെയുള്ള കാലം മനസാക്ഷി യുഗം. ബിക്കോസ് മനുഷ്യൻ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചിരുന്നു എന്നാണ് വിവക്ഷ. മനസാക്ഷി അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്തിന് പറയുന്ന പേരാണ് മനസാക്ഷി യുഗം. മോശ മുതൽ ന്യായപ്രമാണം വരികയാണ്. മോശയുടെ കാലത്താണ് ന്യായപ്രമാണം വരുന്നത്. മോശ മുതൽ ക്രിസ്തു വരെയുള്ള കാലം ന്യായപ്രമാണ യുഗം എന്ന് പറയും. മനുഷ്യൻ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചിരുന്ന കാലം. ഇന്ന് നമുക്ക് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ന്യായപ്രമാണം നമുക്ക് ഇന്ന് ആവശ്യവുമില്ല. എങ്കിലും ന്യായപ്രമാണം അനുസരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാണ്ടോ? 10 കൽപ്പനയൊന്നും നമുക്ക് ബാധകമൊന്നുമല്ല. അതൊന്നും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും വാസ്തവത്തിലില്ല. അപ്പൊ ആൾക്കാർ ചോദിക്കേണ്ട, അപ്പൊ നമുക്ക് വ്യഭിചാരം ചെയ്യാമോ? 10 കൽപ്പനയിൽ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ല നമ്മൾ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളായതുകൊണ്ടാണ് നമ്മൾ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നത്, അല്ലേ? അതോ 10 കൽപ്പനയെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണോ? 10 കൽപ്പനയെ പറഞ്ഞിട്ടുള്ളതൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞിവിടെ. 10 കൽപ്പനയിൽ പറഞ്ഞിട്ടുള്ളത് വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. പുതിയ നിയമം വരുമ്പോൾ ഇതെല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാണ്ടോ? അതുകൊണ്ട് പഴയത് പറ്റുകൊണ്ടിരിക്കരുത്. അതൊക്കെ എത്രയോ റിവൈസ് ചെയ്ത് ഇവിടെ പുതിയ സാധനം ഇവിടെ വന്നു കഴിഞ്ഞു, അല്ലേ? ഞാനല്ലാതെ അന്യ ദൈവമില്ല, അതവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ റിവൈസ്ഡ് ആണ് ഇവിടെ ഇരിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ കയറാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിലൂടെ കയറി കഴിഞ്ഞാൽ ഈ പിതാവിന്റെ അടുക്കലേ പോകത്തുള്ളൂ, വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ പഴയത്തിന് നമുക്ക് ഇവിടെ ആവശ്യമില്ല.
ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? എങ്കിലും ചിലരൊക്കെ 10 കൽപ്പനയും വെച്ചുകൊണ്ട് നടക്കുകയാണ്. 10 കൽപ്പനയൊക്കെ റിവിഷൻ കഴിഞ്ഞു, ഒരുപാട് റിവിഷൻ കഴിഞ്ഞു, മുമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. 10 കൽപ്പന അനുസരിച്ചത് കൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞാൽ 10 കൽപ്പന അനുസരിച്ച് വ്യഭിചാരം ചെയ്യാതിരിക്കുകയാണ്, സ്വർഗത്തിൽ പോകത്തില്ല. അല്ലെ? പുതിയ റിവിഷൻ അനുസരിച്ച് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയാൽ വ്യഭിചാരം ചെയ്ത്. അതുകൊണ്ടോ പഴയ നിയമത്തിൽ അങ്ങനെ ഇല്ല. അപ്പൊ പഴയതും വെച്ചുകൊണ്ട് നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് പോയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, അല്ലേ? അടുത്ത പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്യരുതെന്ന് പറയുകയാണ്. പുതിയ നിയമത്തിൽ പറയുന്നത് സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. പഴയതനുസരിച്ച് നമ്മൾ ആരെയും കൊന്നിട്ടില്ല, ഒരു കോഴിയെ പോലും നമ്മൾ കൊന്നിട്ടില്ല എന്നും പറഞ്ഞ് സ്വർഗത്തിൽ പോകത്തില്ല. പുതിയ നിയമം റിവൈസ്ഡ് ആണ്. പറയേണ്ട അർത്ഥം മനസ്സിലാകുന്നു എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്, അല്ലേ? പിന്നെയും മോഹിക്കരുത് നടക്കുകയാണ്. കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, കഴുതയെ മോഹിക്കരുത് മാത്രമേ പഴയ നിയമത്തിൽ പറയുന്നുള്ളൂ. പുതിയതിൽ അങ്ങനല്ല, ഒന്നും മോഹിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. നല്ലതായിട്ട് ദൈവാസന്മാരോട് പാടുന്ന കാണുമ്പോൾ ഞാൻ പാടിയെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ പോലും പ്രശ്നമാണ്, അല്ലേ? എൻ്റെ പ്രസംഗം കൊള്ളാവുന്നോ, എല്ലാവർക്കും പിടിച്ചോന്നോ എന്ന് പോലും ചിന്തിച്ചാൽ പ്രശ്നമാണ്. എൻ്റെ കുപ്പായം ശരിയായെന്തോ, മുടി വെട്ടിയത് ഒത്തോന്നോ എന്നൊക്കെ ചിന്തിച്ചാൽ പോലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുന്നുണ്ടൊക്കെ തട്ടിക്കൊണ്ട് തിരുത്തി പോണേ. സ്തോത്രം. ഒരു അല്പനേരം ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ പോവാണ്. ശ്രദ്ധിച്ചോളൂ, തിരിച്ചു വരൂ. ന്യായപ്രമാണ യുഗം, ന്യായപ്രമാണം അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചിരുന്ന കാലം. നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി കേട്ടോ. സ്തോത്രം. നെക്സ്റ്റ്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുതൽ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് വരെയുള്ള പീരീഡ് കണ്ടോ. ക്രൂശ് മരണം മുതൽ രഹസ്യവരവ് എന്നാൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീരീഡ്, ഇതിനെ പറയുന്നത് കൃപായുഗം എന്ന് പറഞ്ഞാൽ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന കാലം. ഇപ്പോൾ നമ്മൾ ആരും രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ കുലമഹിമ കൊണ്ടോ ഒന്നുമല്ല, മഹാദൈവത്തിന്റെ ആർദ്ര കരുണയാൽ, ദൈവത്തിന്റെ മനസ്സലിവിനാൽ നമ്മൾ കൂടെ രക്ഷപ്പെട്ടോട്ടെ എന്ന് ദൈവം കരുതിയ വിശാല മനസ്കത മഹാമനസ്സലിവിനാലാണ് നമുക്ക് ഈ ചാൻസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് കൃപായുഗം എന്ന് പറയുന്നത്. ഈ കൃപായുഗം തീരുന്നത് യേശുവിന്റെ മരണത്തോടു കൂടി ഇത് തീരും. മനസ്സിലായോ? യേശുവിന്റെ രഹസ്യവരവോട് കൂടി ഇത് തീരും. സ്തോത്രം. യേശുവിന്റെ രഹസ്യവരവോട് കൂടി ഇത് തീരും. യേശുവിന്റെ രഹസ്യവരവിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടണം. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനാണ് നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത്. സ്തോത്രം, അല്ലേ? ഈ രാത്രിയും മഞ്ഞും പ്രയാസമൊക്കെ ഉള്ള സ്ഥലത്ത് വണ്ടിയൊക്കെ പിടിച്ച് നിങ്ങൾ റിസ്ക് എടുത്ത് ഇവിടെ വന്നിരിക്കുന്നതും, അല്ലേ? ഞാൻ അവിടെ നിന്ന് വീടും എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് താമസിച്ച് നിങ്ങളോട് സുവിശേഷം പറയാൻ ഞാനിവിടെ നിൽക്കുന്നതും, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം നമ്മളെല്ലാവരും ഈ കൃപായുഗത്തിന്റെ അവസാനം നടക്കാൻ പോകുന്ന കാഹളത്തിൽ നമുക്ക് അക്കരയ്ക്ക് പോകണം. സ്തോത്രം. എന്തായാലും ഇവിടെ നിന്ന് പോയേ പറ്റൂ. കൃപായുഗത്തിന്റെ അക്കരെ എത്ര നാളുണ്ടെന്ന് ചോദിച്ചാൽ നിത്യവാസം. ആ വാസം കർത്താവിനോടൊത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവലോടിരിക്കുന്നത്, സന്തോഷത്തോടെ നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുന്നത്. ഇവിടുത്തെ അല്പാൽപ ലൗകിക സുഖങ്ങളിൽ പെട്ട് നമ്മൾ നശിച്ചു പോകാതെ കരുതലോടെ നമ്മൾ കാത്തിരിക്കുന്നത് നിത്യായുസിലേക്ക് പോകാൻ വേണ്ടിയാണ്, നിത്യജീവനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്.